ഹലോ ഗൈസ്, വെൽക്കം ടു മെക് സ്റ്റുഡിയോ. IPL തുടങ്ങാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏതാണ്ട് 10-17 ദിവസങ്ങൾ മാത്രമാണ് IPLൻ്റെ 16ാം സീസണിന് കൊടികയറാനായിട്ടുള്ളത്. ഇപ്പോൾ എത്തിയിട്ടുള്ളത് മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു സ്ക്വാഡ് അനാലിസിസ് വീഡിയോയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വരും മണിക്കൂറുകളിൽ കൂടുതൽ IPL റിലേറ്റഡ് കണ്ടൻറ്റ്സ് എത്ര വേഗത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും. IPL ഇത്തവണ കിരീട പ്രതീക്ഷയുള്ള ടീമുകളിൽ മുൻപന്തിയിൽ തന്നെയാണ് ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസ്. രോഹിത് ശർമ്മയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹാർദിക് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം ആദ്യ സീസണാണ് മുംബൈ കളിക്കാൻ പോകുന്നത്. 5 വട്ടം IPL കിരീടങ്ങൾ ഉയർത്തിയ ചെന്നൈ സൂപ്പർ കിങ്സ് 6ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇത്തവണ തങ്ങളുടെ IPL സീസണെ വരവേൽക്കാനായിട്ട് ഒരുങ്ങുന്നത്. നമുക്കറിയാം, കരുത്തറായ ടീം തന്നെയാണ് മുംബൈ ഇന്ത്യൻസ്. എന്നിരുന്നാലും ചില പോരായ്മകൾ അവരുടെ നിരയിലുണ്ട്. എസ്പെഷ്യലി അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, അതോടൊപ്പം തന്നെ ഇഷാൻ കിഷൻ തുടങ്ങിയ ഓപ്പണിംഗ് സഖ്യം, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയ തിലക് വർമ്മ തുടങ്ങിയ ബിഗ് ഹിറ്റേഴ്സ് അടങ്ങുന്ന ആ ഒരു ടോപ്പ് ഓർഡർ നിര വളരെ മികച്ചത് തന്നെയാണ്. ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ, എസ്പെഷ്യലി ആദ്യം തന്നെ ഓൾറൗണ്ടേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ വളരെ മികച്ച ലോകോത്തര നിലവാരത്തിലുള്ള ഓൾറൗണ്ടേഴ്സ് തന്നെ മുംബൈയുടെ നിരയിലുണ്ട്. ഇനി ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ പോലും വളരെ മാരകമായ പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റുള്ള ടീം തന്നെയാണ് മുംബൈ. എന്നാൽ മികച്ച സ്പിന്നർമാരുടെ അഭാവം അവരുടെ നിരയിൽ വ്യക്തമായും കാണുന്നുണ്ട്. ജസ്പ്രീത് ബുംറ, അതോടൊപ്പം തന്നെ ദിൽഷൻ മധുചൻഗ, ജെറാൾഡ് കോച്ചി തുടങ്ങിയ മികച്ച പേസ് ബൗളേഴ്സ് ഉണ്ടെങ്കിൽ പോലും മികച്ച ഡെത്ത് ഓവർ ഈ സീസണിലെ ഒരു ഏറ്റവും മികച്ച ഡെത്ത് ഓവർ ബൗളേഴ്സ് ഉള്ള ടീം മുംബൈ ഇന്ത്യൻസ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അങ്ങനെ പറയുമ്പോൾ പോലും ഒരു മികച്ച സ്പിന്നറുടെ അഭാവം അവരുടെ ടീമിലുണ്ട്. അവരുടെ സ്കോഡ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആകെയുള്ളൊരു എക്സ്പീരിയൻസ്ഡ് സ്പിന്നർ പീയൂഷ് ചൗളയാണ്. കഴിഞ്ഞ സീസണിലായിരുന്നു അദ്ദേഹം മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തിയത്. അവരുടെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ കൂടിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുംബൈക്ക് അങ്ങനെ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. പിന്നുള്ളത് യുവതാരമായിട്ടുള്ള കുമാർ കാർത്തികയാണ്. ഈ ഒരു 2 താരങ്ങളുമാണ് മെയിനായിട്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കോഡിലുള്ള സ്പിൻ ബൗളേഴ്സ് എന്ന് പറയുന്നത്. ഒരു T20 ക്രിക്കറ്റിൻ്റെ ഫോർമാറ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പേസ് ബൗളേഴ്സിനെ ഒപ്പം അവരെ കാട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഒരു സ്പിൻ ബൗളറുടെ ഒരു എക്സ്പീരിയൻസ്ഡ് ഒരു സ്പെഷ്യലൈസ്ഡ് സ്പിൻ ബൗളറുടെ ഒരു പ്രകടനം. നമുക്കറിയാം, ഇപ്പോൾ പവർ പ്ലേയിലടക്കം വളരെ മികച്ച രീതിയിൽ ബാറ്റ്സ്മാൻമാർ റൺസ് സ്കോർ ചെയ്യുകയാണെങ്കിൽ പോലും ഒരു ഇമ്പോർട്ടൻ്റ് ബ്രേക്ക് ത്രൂ കൊണ്ടുവരാൻ സ്പിൻ ബൗളർമാരെ പലതവണ IPL ക്യാപ്റ്റന്മാർ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. മുംബൈയിലേക്ക് വരികയാണെങ്കിൽ ഇത്തവണ ഹാർദിക് പാണ്ഡ്യയുടെ നിരയിൽ അങ്ങനെ ഒരു സ്പിൻ ബൗളറുടെ അഭാവമാണ് അവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. മികച്ച പേസ് ബൗളേഴ്സിനെ മികച്ച ലോകോത്തര നിലവാരത്തിലുള്ള ബാറ്റിംഗ് നിരയും ഒക്കെ വാർത്തെടുത്ത മുംബൈ ഇന്ത്യൻസ്, പക്ഷേ ഒരു മികച്ച സ്പിൻ ബൗളറുടെ തങ്ങളുടെ സ്കോഡിലേക്ക് എത്തിക്കാൻ അവർ ഇത്തവണ ശ്രമിച്ചിട്ടില്ല. എന്നിരുന്നാലും പുതിയ IPL സീസൺ പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് 5 തവണ IPL കിരീടങ്ങൾ ഉയർത്തിയ തങ്ങളുടെ 6ാം കിരീടം ലക്ഷ്യമിട്ടിറക്കുന്ന ഹാർദിക്കിനും സംഘത്തിനും ഒട്ടും എളുപ്പമാകില്ല ഇത്തരത്തിലുള്ള ഇങ്ങനെ ഒരു അഭാവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൗർബല്യം കൊണ്ട് അവർ സീസണിലേക്ക് പോവുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ തങ്ങളുടെ സ്കോഡിലുള്ള മികച്ച സ്പിന്നർ ബൗളർമാരായിട്ടുള്ള പീയൂഷ് ചൗളയും കുമാർ കാർത്തികയും അവരുടെ ഫോമിനേക്കാൾ കൂടുതൽ മികവ് പുലർത്തുകയാണെങ്കിൽ മാത്രമേ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് അല്പമെങ്കിലും ഒരു പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ സാധിക്കൂ. എന്നിരുന്നാലും കത്തിരുന്ന് തന്നെ കാണാം, IPL തുടങ്ങാൻ ഇനി 17 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. തങ്ങളുടെ 6ാം കിരീടം നേടാൻ ഇത്തവണ ഹാർദിക് പാണ്ഡ്യയുടെ സംഘത്തിന് സാധിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.